ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആഘാതത്തിൽ നിന്നും മലയാള സിനിമ ഒരു വിധം കയറി വരികയായിരുന്നു. അപ്പോഴതാ താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ആഭ്യന്തര കലഹങ്ങളും ചേരിതിരിവുകളും വലിയ ഒരു സ്ഫോടനത്തിന് വീണ്ടും വഴിമരുന്നിട്ടിരിക്കുന്നത്. ടിനി ടോമിനെ പൂർണ്ണമായും വില്ലൻ വേഷത്തിൽ നിർത്തിക്കൊണ്ട് അണിയറയിൽ നടക്കുന്ന മൂർച്ചയേറിയ നീക്കങ്ങളും നടിമാർ മൂന്ന് തട്ടുകളിലായി പിരിഞ്ഞു നടത്തുന്ന കീക്കോ ഫൈറ്റുകളുമാണ് ഇപ്പോൾ ദേശ് 3 കോളങ്ങളിലെ ഏറ്റവും വലിയ തീപിടിച്ച വാർത്ത. സംഭവങ്ങളുടെ തുടക്കം ടിനി ടോമിനെതിരെയുള്ള അൻസിബ ഹസന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളോടുകൂടിയായിരുന്നു. ടിനി തനിക്ക് നേരെ ജിഹാദി അധിക്ഷേപവും മതതീവ്രവാദ ആരോപണങ്ങളും ഉന്നയിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. വിഷയം കൊടുമ്പിരി കൊണ്ടതോടെ ജൂൺ 1-നും 3-നും ഇടയിൽ തെളിവുകൾ സഹിതം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ അമ്മ അൻസിബയോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ തനിക്ക് നീതി ലഭിക്കണമെങ്കിൽ പാലക്കാട് എം.എൽ.എ രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക സമിതി തന്നെ കേൾക്കണം എന്ന കടുത്ത നിബന്ധന അൻസിബ മുന്നോട്ട് വെച്ചു. എന്നാൽ കേവലം അധിക്ഷേപ പരാതികൾക്കും അപ്പുറം വലിയ ഒരു രാഷ്ട്രീയവും ഗ്രൂപ്പ് കളിയുമാണ് ഇതിനു പിന്നിൽ എന്ന സിനിമാ ലോകത്ത് അടങ്ങിയും അല്ലാതെയും സംസാരമുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ശേഷം സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ശ്വേത മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും പുതിയ ഭരണസമിതി വന്നത്. എന്നാൽ തുടക്കത്തിൽ അൻസിബയെ പിന്തുണച്ചിരുന്ന ടിനി ടോമും കുക്കു പരമേശ്വരനുമായി ചില ഈവന്റുകളുടെയും സ്പോൺസർഷിപ്പുകളുടെയും പേരിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങി. ചലച്ചിത്ര അക്കാദമി ഭാരവാഹിയും ഇടത് അനുഭാവിയുമായ കുക്കു പരമേശ്വരനുമായി നടത്തിയ തിരുവനന്തപുരം യാത്രയ്ക്ക് ശേഷമാണ് അൻസിബയുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. കോൺഗ്രസ് അനുഭാവിയായ ടിനി ടോമിനെതിരെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്ക് ഇത് ശക്തി പകർന്നു. കൂടാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പരികിത സാബു നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ച ശേഷം ടിനിക്കെതിരെ പോലീസിലും കോടതിയിലും പരാതിയുമായി ഇറങ്ങി പുറപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളും അണിയറയിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. നടി നീന കുറുപ്പ് ഇതിന് പിന്തുണ നൽകിയിരുന്നെങ്കിലും കാര്യങ്ങൾ ഇത്രത്തോളം കൈവിട്ട് പോലീസ് കേസിലേക്കും കോടതി നടപടികളിലേക്കും നീങ്ങുമെന്ന് അവർ പോലും കരുതിയിട്ടുണ്ടാവില്ല. വംശീയവും വർഗീയവുമായ ആരോപണങ്ങൾ കൂട്ടിച്ചേർത്ത് ടിനി ടോമിനെ സിനിമയിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വലിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തനിക്കെതിരെ FIR-ഉം കടുത്ത ആരോപണങ്ങളും ഉയർന്നപ്പോൾ വലിയ മാനസിക വിഷമത്തോടെയാണ് ടിനി ടോം പ്രതികരിച്ചത്.